സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ രണ്ടിരട്ടി അധ്വാനിക്കണം. ഇന്ന് സ്ഥാനമൊഴിയുന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥ ശാരദാ മുരളീധരന്റെ വാക്കുകളാണിത്. ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് ശാരദ ഈ അഭിപ്രായം പങ്കുവെക്കുന്നതെന്ന് ഓർക്കണം. ഇതൊരാളുടെ അഭിപ്രായമല്ല, നമ്മളിൽ പലർക്കും അനുഭവമുണ്ടാകും. ഇതേ അഭിപ്രായമുള്ളവരുണ്ടാകും, എതിരഭിപ്രായങ്ങളും ഉണ്ടാകാം. ബഹിരാകാശത്തടക്കം ഏത് മേഖലയും വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടും ഇപ്പോഴും പെണ്ണോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയില്ല. കാരണം മാറേണ്ടത് സ്ത്രീകളല്ല, നിങ്ങളാണ്. മാറിയേ മതിയാകൂ. നമുക്കൊപ്പം അതിഥികളായി MG സർവകലാശാല മുൻ VC ഡോക്ടർ ജാൻസി ജെയിംസ്, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അമല ആനി ജോൺ, എഴുത്തുകാരി ബിനു ആനമങ്ങാട് എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം ഡോക്ടർ അമല ആനി ജോണിലേക്ക് പോവുകയാണ്. മാം, നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക അവസരത്തിൽ ശ്രീമതി ശാരദാ മുരളീധരന് ഒരുപാട് കാര്യങ്ങളിൽ പോരാടേണ്ടി വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ളതാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. എന്താണ് താങ്കൾക്ക് ആമുഖം എന്ന വണ്ണം പറയാനുള്ളത്? ശാരദ മാഡം അത് പറഞ്ഞത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഒരിക്കലും. ഇത് ഡബിൾ ബർഡൻ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിയിലും അല്ലെങ്കിൽ പുരോഗമന സമൂഹത്തിൽ നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്ന ഡബിൾ ഷിഫ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡബിൾ ബർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി തന്നെയാണ് മാഡം അത് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ഇത് സ്ത്രീകൾ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ത്രീകൾ കൂടുതൽ തൊഴിലിടങ്ങളിലേക്ക് പ്രൊഫഷണലി സ്കിൽഫുൾ ആയിട്ടുള്ള ജോബുകളും മറ്റ് സാധാരണ ജോലികളും ചെയ്തു വരുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന, അത് ഇന്ന ജോലി ചെയ്യുന്ന സ്ത്രീ എന്ന വ്യത്യാസമില്ല, ഏറ്റവും താഴെ നിലയിലുള്ള ജോലി മുതൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെയുള്ള പദവിയിലിരിക്കുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. മാഡം അത് ശാരദ മാഡം ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അതിന് പുറകിൽ ഒളിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ സറ്റിലായി കടത്തിവിടുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സമൂഹത്തിലേക്ക് ഒരു ചിന്തയ്ക്കായി തുറന്നു വയ്ക്കുന്ന ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ നിറത്തെ കുറിച്ചുള്ള പരാമർശം കേട്ടിരുന്നു. അതിനുശേഷം മാഡത്തിന് ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളത്. ജെൻഡർ എന്നതിനെ പറ്റി സംസാരിക്കുക എന്നത്. അപ്പോ അതിന്റെ ഭാഗമായാണ് മാഡം ഇത് സംസാരിച്ചതെന്ന് കരുതുന്നു. ഇവിടെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. സ്ത്രീകൾ ആണ് ഇതേപ്പറ്റി കൂടുതൽ, ഇത്തരം അവസ്ഥകളെ പറ്റി കൂടുതൽ പറയുന്നത്. അതിന്റെ അർത്ഥം അതാത് സ്ത്രീകൾ അവരുടെ വീട്ടിലോ അവരുടെ സമൂഹത്തിലോ അത് നേരിട്ടു എന്നൊരു കരച്ചിലല്ലാതെ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കരുത്. പക്ഷെ പദവിയിലിരിക്കുന്ന സ്ത്രീകൾ തന്നെ അത് പറയേണ്ടി വരുന്നത് സമൂഹത്തിലേക്ക് അതിനൊരു ചർച്ചയ്ക്ക് വഴിവെക്കാൻ കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ആമുഖം എന്ന രീതിയിൽ ഞാൻ ഇത്രയും പറയാൻ ആഗ്രഹിക്കുന്നു. അശ്വതി. തീർച്ചയായിട്ടും. ശ്രീമതി ബിനു, നമ്മൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ശ്രീമതി ഡോക്ടർ അമല പറഞ്ഞതുപോലെ ഇതൊരു വഴിതുറക്കൽ കൂടിയാണ്, ഒരു വലിയ വഴിതുറക്കൽ കൂടിയാണ്. കാരണം ആ ഒരു സെന്റൻസ്, ഇരട്ടിയാണ് സ്ത്രീകൾക്ക് അതിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ അംഗീകാരം കിട്ടേണ്ടതിന് ഇരട്ടി അധ്വാനം വേണ്ടിവരുന്നു എന്ന് പറയുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഇരട്ടി അധ്വാനം എന്ന് പറയുമ്പോൾ അതിപ്പോ ഏത് ലെവലിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് വീട്ടിലെ ജോലിയും ചെയ്യേണ്ടി വരും, ജോലി സ്ഥലത്തെ ജോലിയും ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല, മറിച്ച് ഞാനിപ്പോൾ ഒരു ഉന്നത പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഒരു പുരുഷൻ ആ പോസ്റ്റിലേക്ക് എത്താൻ എടുക്കുന്ന അധ്വാനത്തെക്കാൾ രണ്ടിരട്ടി ഞാൻ അധ്വാനിക്കേണ്ടി വരും. ഞാൻ തെളിയിക്കണം പലരോടും, എനിക്ക് പറ്റും, എനിക്ക് നിങ്ങളെപ്പോലെ പറ്റും, നിങ്ങൾ ആരാണ്? പുരുഷനാണ്. അങ്ങനെയല്ലേ? യെസ്, അതായത് ഇപ്പോ അമല പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റ് ആണ്. പക്ഷെ അതേസമയം ഈ ഒരു വാചകം, ഒരൊറ്റ വാചകം എന്നതിനപ്പുറം ഒരുപാട് അടരുകളുള്ള വളരെ സങ്കീർണമായ ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. നിലവിൽ നമ്മുടെ സ്ത്രീകൾ വീട്ടിലെ ജോലിയും ഓഫീസ് ജോലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ട്രിപ്പിൾ റോൾസ് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്. അവർ ചെയ്യുന്ന ജോലിക്കകത്ത് ഒരേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ തുല്യ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരിക, കൂടുതൽ പ്രയത്നിക്കേണ്ടി വരിക എന്നൊരു സാഹചര്യം കൂടി അവിടെയുണ്ട്.
ഏത് മേഖല എടുത്താലും നമുക്കറിയാം. ഇപ്പോൾ IT പോലുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. ഹെൽത്ത് കെയർ ആണെങ്കിൽ, എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിൽ പോലും. പക്ഷെ അതേ തൊഴിൽ മേഖലയിൽ പോലും മാനേജറിയൽ ലെവൽ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരാണ്. അതായത് അധികാര സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഇരട്ടിയല്ല, അതിലും എത്രയോ കൂടുതലാണ്. 4 ഇരട്ടിയെന്നോ 5 ഇരട്ടിയെന്നോ ഒക്കെ അത് പറയേണ്ടി വരുന്നതാണ് എനിക്ക് ആദ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ജാൻസി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം മാഡം ഞങ്ങളുടെ ചർച്ചയിലേക്ക്. എന്താണ് ഒരു ആമുഖം എന്നോണം താങ്കൾക്ക് പറയാൻ തോന്നുന്നത്? പ്രത്യേകിച്ച് വിരമിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരുന്നു. അവർ നേരത്തെ അമല മാം പറഞ്ഞതുപോലെ ഞാൻ കരയുന്നു അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തു എന്നല്ല പറഞ്ഞത്. ഒരു ഉന്നത പോസ്റ്റിലേക്ക് എത്തിയതിന് ശേഷമാണ് പറഞ്ഞത് ധൈര്യത്തോടെ എത്താൻ ഞാൻ കുറച്ച് പാടുപെട്ടു, പക്ഷെ ഞാൻ എത്തി എന്നുള്ളതാണ്. ജാൻസി മാം മ്യൂട്ടാണെന്ന് തോന്നുന്നു, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? മ്യൂട്ടാണ്. കേൾക്കാവോ? കേൾക്കാം, പറയൂ. എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. തൊഴിലിടങ്ങളിൽ പുരുഷന്മാർ പലപ്പോഴും സൂത്രത്തിലൊക്കെ പണിയൊപ്പിച്ചിട്ട് പോകും. പക്ഷെ സ്ത്രീകൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്താലേ അവർക്ക് അവിടെ അംഗീകാരം കിട്ടുകയുള്ളൂ എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട രീതിയിലുള്ള ശമ്പളത്തിന്റെ പോലും കാര്യം ഉറപ്പല്ല. അപ്പൊ കൂടുതൽ ജോലി സ്ത്രീകൾ ചെയ്താലേ അവൾക്ക് അംഗീകാരം കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രവുമല്ല, ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറി എന്റെ സ്റ്റുഡന്റ് കൂടാണ്, മിടുമിടുക്കിയാണ്. അവരങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് ഈ സമൂഹം വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഗ്ലാസ് സീലിംഗ് എന്നൊന്നുണ്ട്. ഒരു സ്ത്രീ തൊഴിൽ രംഗത്ത് ഉയരാനുള്ള എല്ലാ വഴികളും ഉണ്ടെങ്കിലും അവൾക്ക് മാത്രമായി ചില വാതിലുകൾ അടഞ്ഞു കിടക്കുക എന്ന് പറയുന്നതാണ് ഗ്ലാസ് സീലിംഗ്. ഒരു കാരണവുമില്ലാതെ അവൾക്കുള്ള ഉന്നമനം, അവൾക്ക് മുകളിലേക്കുള്ള പോക്ക്, അവളുടെ വളർച്ച, ഇതൊക്കെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാനും ധാരാളം ജോലി ചെയ്തത് കൊണ്ടാണ് വൈസ് ചാൻസലർ ആയതും പല രംഗത്തും അംഗീകാരം ലഭിച്ചതും എന്നുള്ളതൊരു സത്യമാണ്. മറ്റൊരു കാര്യം, ഈ നേരത്തെ പറഞ്ഞ കാര്യം പോലെ ഈ ഇരട്ടി ജോലി എന്ന് പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് മാത്രമല്ല, അതിനേക്കാൾ എത്രയോ കൂടുതൽ ജോലി ഗാർഹിക രംഗത്ത് അമ്മ എന്നുള്ള രീതിയിൽ, ഭാര്യ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടാണ് എത്തുന്നത്. ഇത് ഇതൊക്കെ ചെയ്താലേ തൊഴിൽ പോകാൻ പറ്റൂ എന്നുള്ള മട്ടിലാണ് സമൂഹം കാണുന്നത് തന്നെ. അപ്പൊ ഈ ഇരട്ടി ജോലി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ ഇരട്ടിയുടെ കാര്യം പറയുമ്പോൾ ദൃശ്യത, ഒരു സ്ത്രീ ചെയ്യുന്ന ജോലിയുടെ ഒരു ദൃശ്യത, അതിനുവേണ്ട പബ്ലിക് റിലേഷൻസ്, അതിനുവേണ്ട പ്രചാരം, അതിനുവേണ്ടിയുള്ള ഒരു ബന്ധങ്ങളില്, സുഹൃത്ത് ബന്ധങ്ങളില്, ഔദ്യോഗിക രംഗത്ത് ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യത്തില് സ്ത്രീകൾക്ക് വളരെ സങ്കോചങ്ങളുണ്ട്. പലപ്പോഴും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇന്ററാക്ഷനിലും ഒക്കെ ഒരു പ്രത്യേകതരമായ ഒരു റെസ്ട്രിക്ഷൻ, ഒരു സെൽഫ് റെസ്ട്രെയിന്റ് നിലനിർത്തിക്കൊണ്ടാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. അത് ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്. അധികം അങ്ങ് സ്മാർട്ടായിട്ട് കാണിക്കാൻ വയ്യ, അധികം പിടിക്കുകയാണെന്ന് കാണിക്കാൻ വയ്യ. ഒരു പ്രത്യേക രീതിയിൽ നമ്മളെ കൊണ്ടു നടന്നാലേ നമുക്ക് വേണ്ട അംഗീകാരം കിട്ടുള്ളൂ. അതേസമയം തന്നെ ഒരുപാട് ജോലി ചെയ്യണം. അപ്പോ നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് ശരിയായി. ഇതിനു മുമ്പ് ഇരുന്ന ചീഫ് സെക്രട്ടറിമാർ പുരുഷന്മാര്, സ്ത്രീകളും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ പുരുഷന്മാർ ചെയ്ത ജോലിയേക്കാൾ കൂടുതലായി മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ആൻഡ് ദി ജോബ് സ്ട്രെസ് തീർച്ചയായിട്ടും അവർക്ക് അനുഭവിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അവർ പറഞ്ഞത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് സമൂഹത്തിലെ അസമത്വം, അനീതി നിലനിൽക്കുന്നതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ്, ഒരു പ്രതിഫലനമാണ്. ഇതിവിടെ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും ഒക്കെയുണ്ട്. നമുക്കറിയാവുന്ന ഒരു വളരെ വ്യക്തമായ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. എന്തുമാത്രം സ്ത്രീകളാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എത്ര പേർക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നുണ്ട്, എത്ര വർഷങ്ങൾ അവർ കഷ്ടപ്പെടുന്നു. അവരാരും അറിയാതെ അവർ ചിലപ്പോൾ അപ്രത്യക്ഷമാകാറുണ്ട്. സോ ദിസ് ഇസ് എ ഫാക്ട്. ഇത് തീർന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം സംസ്കാരമുള്ളതാണെന്ന് പറയാൻ പറ്റൂ, സമത്വമുള്ളതാണെന്ന് പറയാൻ പറ്റൂ, നീതിയുള്ളതാണെന്ന് പറയാൻ പറ്റൂ. ഇത് ഓഫ്കോഴ്സ് ഈ വളരുന്ന തലമുറയില് ഈ കോർപ്പറേറ്റ് രംഗത്ത് ഉള്ള അവരുമായിട്ട് ഞാൻ ബന്ധപ്പെടാനുണ്ട്. അവിടെയും ഇത് തന്നെയാണ് ഗതി. കാരണം ഈ വീട്ടിൽ വന്നിരുന്ന് വീണ്ടും ലോഗിൻ ചെയ്യും,
ജോലി പൂർത്തിയാക്കാതെ ഒരുപക്ഷെ വീട്ടിൽ വന്ന് വീണ്ടും ലോഗിൻ ചെയ്യും, അതിനിടയ്ക്ക് പ്രഷർ കുക്കർ ഓൺ ചെയ്യും. ഇത് എല്ലാ രംഗത്തും, അത് കോർപ്പറേറ്റിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടതാണ് ജോബ് സ്ട്രെസ് കാരണം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ സ്ത്രീയുടെ ബുദ്ധിമുട്ടുകളെ കണക്കാക്കാതെ അവളിൽ നിന്ന് കൂടുതൽ ജോലിയും കൂടുതൽ സ്ട്രെസ്സും ഡിമാൻഡ് ചെയ്തുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ അവൾക്ക് നൽകുന്ന ഒരു അംഗീകാരം എന്ന നിലയിലേക്ക് സമൂഹം അധപ്പതിക്കുന്നത് വലിയ കഷ്ടമാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ പ്രവണത, അംഗീകരിക്കാനുള്ള മടി, വേണ്ട സമയത്ത് ഉള്ളത് അവൾക്ക് അർഹിക്കുന്ന അംഗീകാരവും പ്രതിഫലമാണെങ്കിലും പ്രമോഷൻ ആണെങ്കിലും കൊടുക്കാനുള്ള മടി നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം, അഥവാ അതിന്റെ ആ അർത്ഥത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. തീർച്ചയായിട്ടും. ഡോക്ടർ അമല, ഇപ്പോൾ ഡോക്ടർ ജാൻസി ജെയിംസ് പറഞ്ഞതുപോലെ നമുക്ക് മാത്രം എവിടെയോ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മാത്രം കാണാൻ കഴിയുന്ന, നമ്മുടെ തല ഇടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഗ്ലാസ് റൂഫ് ഉണ്ട്. പക്ഷെ അത് പലർക്കും കാണാൻ പറ്റില്ല. ആ കാണാത്തവർ ഇന്നും അതിനെ വിമർശിക്കുന്നുണ്ട്. എവിടെ, നിങ്ങൾക്ക് തോന്നുന്നതാണ്, പക്ഷെ അല്ല, ഞങ്ങൾ ഇടിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാകാത്ത ആളുകളുണ്ട്. അവരോട് നമുക്ക് എങ്ങനെ പറഞ്ഞത് വ്യക്തമാക്കാൻ കഴിയുമെന്നറിയില്ല. എങ്കിൽ പോലും ആ ഒരു ഗ്ലാസ് ടോപ്പ് മാറണമെങ്കിൽ നമ്മൾ ഇനിയും എത്ര ദൂരം താണ്ടണമെന്നാണ് താങ്കൾ കരുതുന്നത്? ശാരദ മാഡം അത് ഡബിൾ ഇമ്പാക്ട് എന്ന് പറഞ്ഞെങ്കിലും, ഇരട്ടി ജോലി എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും, ഞാൻ സാധാരണയായിട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അല്ലാതെ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുമ്പോഴും പറയാറ് 4-5 തവണ 4-5 ഇരട്ടി എന്നാണ്, 2 ഇരട്ടി എന്നൊന്നും അല്ല പറയാറ്. കാരണം അത്രമാത്രം പണിയെടുത്താണ് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഓരോ സ്ത്രീയും അവരവരുടെ ഇടങ്ങളിൽ നിൽക്കുന്നത്. ആ സ്ത്രീകൾ അല്പം ഒന്ന് നല്ല സാരിയും പ്രസന്റബിൾ ആയിട്ടും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കഴിവിനെയോ മെറിറ്റിനെയോ നോക്കില്ല. ഇമ്മീഡിയറ്റ്ലി അവര് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് അവരെന്ത് പറയുന്നു എന്നതിനെ പറ്റിയോ അവരെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയോ അല്ല, അവരെന്ത് ധരിച്ചിരിക്കുന്നു, മറ്റ് ഒരുപാട്, ഞാൻ പറയാതെ തന്നെ അശ്വതിക്ക് അറിയാമായിരിക്കും, അല്ല കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാമായിരിക്കും എന്തൊക്കെ പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. സ്ത്രീയെ വെറും ഒരു ശരീരത്തിലേക്ക് മാത്രം ചുരുക്കുന്ന ഒരു പ്രവണത നമ്മുടെ സൊസൈറ്റിയിൽ കാണാറുണ്ട്. എന്തുകൊണ്ട് നന്നായി ഡ്രസ്സ് ചെയ്യുന്ന മറ്റ് ജെൻഡറുകളിൽപ്പെട്ട മനുഷ്യരോട് ഇങ്ങനെ കരുതാറുണ്ടോ? അങ്ങനെ ഡ്രസ്സ് ചെയ്താൽ അവർ ആ സ്ഥാനത്തിന് അർഹമായ രീതിയിൽ അതിനെ ബഹുമാനിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. അപ്പൊ സ്ത്രീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവൾ നേരിടേണ്ടി വരുന്ന ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് മാനിഫോൾഡ് ആണ്. പല മടങ്ങാണ് ആ ക്രിറ്റിസിസം നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഈ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, എവിടെ നിങ്ങൾക്ക്, അശ്വതി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്, എവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല എന്ന് മനുഷ്യർ പറയുമ്പോഴും ജോലിയിലിരിക്കുന്ന ഓരോ സ്ത്രീയും, എസ്പെഷ്യലി ഗവൺമെന്റ് സെക്ടറിൽ ഞാൻ അത്ര പറയില്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്ടറിൽ പ്രൊമോഷൻസ് ഓട്ടോമാറ്റിക്കലി മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നത് കൊണ്ട് ഒരു പരിധി വരെ പ്രൊമോഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതിനുവേണ്ടി അവര് പ്രവർത്തിക്കേണ്ട മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്ര മാനിഫോൾഡ് ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു, വിസിബിലിറ്റി, ജാൻസി മാഡം പറഞ്ഞ പോലെ വിസിബിലിറ്റി കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രവർത്തിച്ചു എന്ന് സ്വന്തം PR നടത്തേണ്ട അവസ്ഥ വരെ വരുന്ന മനുഷ്യരുടെ നാടാണ് നമ്മുടേത്. അപ്പോ ഈ ഗവൺമെന്റ് സെക്ടറിൽ അല്ലാതെ പ്രൈവറ്റ് സെക്ടറുകളിൽ ഏത് വിഭാഗത്തിലാണെങ്കിൽ പോലും ഏറ്റവും ഉന്നതിയിൽ ഇരിക്കുന്ന 1-2 വനിതകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവും. അവരെ ചൂണ്ടിക്കാണിച്ച് ഒരു ഇന്ദിരാ ന്യൂയോ അല്ലെങ്കിൽ വേറൊരു ഋച ശർമ്മയോ ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, അവരുണ്ടല്ലോ എന്ന് പറയുന്നത്. എന്നാൽ 100 പുരുഷന്മാരെ എടുക്കുമ്പോൾ 2 സ്ത്രീകളെയാണ് നിങ്ങൾ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന കാര്യം മറന്നുപോകുന്നു. ഗ്ലാസ് സീലിംഗ് നിലവിലുണ്ട്. എന്റെ തന്നെ PhD സ്റ്റഡിയിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഉന്നത പദവിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ CEO പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ റാൻഡം സാമ്പിളിംഗ് എടുത്തിട്ട് എനിക്ക് ആളെ കിട്ടിയില്ല. നമ്മുടെ ടെക്നോ പാർക്കിൽ നിന്ന് ആളുണ്ട്, പക്ഷെ ഇത്ര കമ്പനികൾ എടുക്കുന്ന ഉടനെ എത്ര പേര് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പറയുമെങ്കിലും നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അത്രയും മോഡേൺ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, സ്ത്രീകളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഇനി ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും സർക്കാർ മേഖലയിലാണെങ്കിൽ പോലും വൈകിട്ട് 6:30 വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ 7 മണിക്ക് വീട്ടിൽ വന്നാൽ 7 മണി 7:30 8 മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീകളുണ്ട്.
അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എടുത്തു കൊടുക്കുകയും പാചകം ചെയ്യുകയും വീട്ടിലുള്ള പ്രായമായവരുടെയും മദർ ഇൻ ലോസിന്റെയും ഫാദർ ഇൻ ലോയുടെയും ഒക്കെ കാര്യം നോക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ, ഞാനിത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല. എന്റെ ചുറ്റും നിൽക്കുന്ന സ്ത്രീകൾ അയ്യോ ചില മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോൾ അയ്യോ എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൂടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ അത്തരം സ്ത്രീകൾ വീട്ടിൽ ചെന്നിട്ടും ചിലപ്പോ ആ പോകുന്ന വഴി ഓട്ടോയിലോ കാറിലോ ബസ്സിലോ ഇരുന്നിട്ട് ഈ ചെവിയിൽ ഇത് സ്പീക്കർ ഉണ്ടാവും, എന്താണ് ഓൺലൈൻ മീറ്റിംഗിൽ കയറിയിരിക്കുകയാണ്. സോ അറ്റ് എ ടൈം ഒരു സ്ത്രീ ശ്രദ്ധ ചെലുത്തുന്നത് എത്ര ജോലികളിലാണ് എന്നുള്ള ഒരു കാര്യം കൂടെ എടുക്കണം. അതേസമയം ഒരു പുരുഷന് ഈ അവസ്ഥയിൽ അയാൾക്ക് ആ മീറ്റിംഗിൽ തന്നെ ശ്രദ്ധിക്കാം. പകരം കുക്കറിന് എത്ര വിസിൽ വന്നെന്നോ അല്ലെങ്കിൽ ഇളയ കുട്ടി ഹോംവർക്ക് ചെയ്തെന്നോ ഇതൊന്നും നോക്കേണ്ട ആവശ്യം മിക്ക ഫാമിലികളിലും ഒരു പുരുഷന് ഉണ്ടാവാറില്ല. അതൊക്കെ സ്ത്രീയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജെൻഡർ റോളായിട്ട് നമ്മുടെ സൊസൈറ്റി കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഈ ജെൻഡർ റോളുകൾ എന്ന് പറയുന്നത് സൊസൈറ്റി കാലാകാലങ്ങളായിട്ട് നമ്മൾ പരിശീലിച്ചു വന്ന രീതികളിൽ പെട്ടുകിടക്കുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ വളരെ സെറ്റിലായിട്ട് അത് ഓട്ടോമാറ്റിക്കലി സ്ത്രീയുടെ ഒരു ജോലി എന്ന നിലയിലേക്ക് പോകുന്നു എന്ന രീതിയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു. പുരുഷന്മാരെ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിലാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എല്ലാവരും ബാത്റൂമിൽ പോകും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിലര് പല 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 ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു. അതില് കുറെ പുരുഷന്മാർ ഉത്തരം പറഞ്ഞതിൽ ഒരേ ഒരാളാണ് പറഞ്ഞത് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ഒരു ചായ ഇടും എന്നിട്ട് അവളെ വിളിക്കും എന്നത്. എന്നാൽ ഉത്തരം പറഞ്ഞ സ്ത്രീകളിൽ ഭൂരിഭാഗവും പറഞ്ഞത് നേരെ അടുക്കളയിലേക്ക് പോകുന്നതാണ്. ഇതാണ് നമ്മൾ സൊസൈറ്റി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ജെൻഡർ റോളിന്റെ അവസ്ഥ. അതിലൊരു അസ്വാഭാവികത പോലും ഒരു മനുഷ്യനും തോന്നാത്ത വിധമാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഇപ്പോഴേയും ചിന്ത. അത് മാറുന്നില്ല എന്നല്ല, മാറുന്നുണ്ട്. പക്ഷെ വളരെ പതിയെ ഉള്ള ഒരു മാറ്റം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ ഇത്തരം ചർച്ചകൾ അതിന് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതെ, നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ശ്രീമതി ബിനു, ഈ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളെ അങ്ങ് പൈങ്കിളിവൽക്കരിക്കുന്ന ഒരു സ്വഭാവം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിലപ്പോൾ അങ്ങേ അറ്റത്തേക്ക് നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ നമ്മൾ കരയുമെന്നേ. നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും നമ്മൾ കരയും. പക്ഷെ കരയുന്നതാണോ? കരയുമ്പോഴേക്കും ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം, കരയല്ലേ, ഇത്ര ഇമോഷണൽ ആവല്ലേ, ആർക്കാണ് ഇമോഷണൽ? ഇതിനൊക്കെ മൊത്തത്തിലൊരു പൈങ്കിളിവൽക്കരിക്കുകയാണ്. വളരെ വീക്കാവുന്നത് സ്ത്രീകളാണ് എന്ന ഒരു നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു വീക്ഷണം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്ത്രീകൾ അങ്ങനെയാണ്, അതുകൊണ്ട് അവർക്ക് ഉന്നത പദവിയിലേക്കൊക്കെ എത്താൻ അവർക്ക് പറ്റുമോ എന്നൊരു സംശയം അതിപ്പോഴും നിലനിൽക്കുന്നില്ലേ? ആക്ച്വലി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന വീക്ക്നെസ് അല്ല, സ്ട്രെങ്ത് ആണ്. അത് നമ്മൾ സമൂഹം മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും പരാജയപ്പെടുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് സ്ത്രീകളുടെ സ്വഭാവത്തെ, സ്ത്രീകളുടെ പെരുമാറ്റ രീതിയെ, സ്ത്രീകളുടെ ജോലിയെ, ഇടപെടലിനെയൊക്കെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന പല ഇടപെടലും തന്നെയാണ് സ്ത്രീകളെ ഉയർന്നു വരുന്നതിനകത്ത് ഒരു വലിയ വിഘാതമായി നിൽക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം ജാൻസി മാഡം, അമല മാഡം പറഞ്ഞത് കേട്ടെന്ന് എനിക്കൊരു കാര്യം കൂടെ ചേർത്ത് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. കാരണം നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വളരെ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡന്റ് പൊളിറ്റിക്സിൽ അത്രയും ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ചുറ്റും നോക്കുമ്പോൾ അന്നത്തെ ആൺകുട്ടികൾ പലരും ഇന്ന് പല വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഏതെങ്കിലുമൊക്കെ രംഗത്ത് സജീവമാണ്. പക്ഷെ അന്നത്തെ പെൺകുട്ടികൾ എവിടെ പോയി എന്നറിയില്ല. അവര് വീട്, കുടുംബം, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ജോലികളൊക്കെ ആയിട്ട് അതിനകത്ത് മുഴുകിപ്പോയി, അല്ലെങ്കിൽ മാഞ്ഞുപോയി, അല്ലെങ്കിൽ ഒതുങ്ങിപ്പോയി. ഇന്നിപ്പോ നമ്മൾ പറയുന്നുണ്ട് കാലഘട്ടം മാറി, പുരുഷൻ പരമ്പരാഗത ജെൻഡർ റോളിൽ നിന്ന് മാറി തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പറഞ്ഞ ഗാർഹിക ജോലികൾ ഉൾപ്പെടെ പുരുഷന്റെ ജോലി അല്ലെങ്കിൽ പുരുഷൻ ചെയ്യുന്നത് സഹായിക്കുകയാണ്. റെസ്പോൺസിബിലിറ്റി പുരുഷന് വരുന്നില്ല. ഗാർഹിക ചുമതലകളിൽ ഒരു 99% സ്ഥലങ്ങളിലും പുരുഷൻ സഹായി മാത്രമാണ്. റെസ്പോൺസിബിലിറ്റി വരുന്ന എപ്പോഴും സ്ത്രീക്ക് തന്നെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അമ്മയുടെ തോട് പോലെ അദൃശ്യമായ ഒരു പുറന്തോടായിട്ട് വീട് ചുമന്നുകൊണ്ടാണ് ഭൂരിഭാഗം സ്ത്രീകളും നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തൊഴിൽ രംഗത്തേക്ക് സ്ത്രീകൾ വരുന്നത്. തൊഴിൽ രംഗത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അമല പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ഗവൺമെന്റ് സെക്ടറിനകത്ത് ഈ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്കകത്ത് അത്ര തന്നെ പ്രയാസം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഒരു പോസ്റ്റിൽ നമ്മൾ കയറി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അംഗീകരിക്കാത്തൊരവസ്ഥ എന്നുള്ളതാണ്. ഒരു സുപ്പീരിയർ ആയിട്ട് അല്ലെങ്കിൽ ബോസ് ആയിട്ട് ഒരു ലേഡി വരുന്ന സമയത്ത് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ഏത് സെക്ടറിലും ഉണ്ട്. അത് ഗവൺമെന്റ് സെക്ടറിലും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. മാത്രമല്ല
അങ്ങനെ ഒരു അധികാര സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ തന്നെ അത് മറ്റു പല വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് എന്നൊരു ആരോപണം, അത് ഏതൊരു സ്ത്രീയെയും തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഇന്നും. നമ്മൾ ഇത്രയൊക്കെ കാലം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആയുധമായിട്ട് തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിൽ അതോടൊപ്പമാണ് ഈ പറഞ്ഞ ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നു. അത് ഇമോഷണലി നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ചർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശാരദാ മാഡം ഇന്ന് പത്രത്തിൽ കൊടുത്ത ഒരു പ്രസ്താവനയാണ്. പക്ഷെ ആ പ്രസ്താവന പോലും ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ആണ്. ഈ ഒരു പ്രസ്താവനയായിട്ട് എടുത്തു പറഞ്ഞതല്ല, അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മാഡം അത് പറയുന്നത്. പക്ഷെ അത് ശരിയാണെന്ന് എനിക്കും തോന്നി എന്നുള്ളതാണ് മാഡം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അത്രയും ഏറ്റവും ഉന്നത പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു മാഡം അങ്ങനെ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ ഒക്കെ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ അതിന്റെയൊക്കെ പ്രതിഫലനങ്ങളായിരിക്കണം സ്വാഭാവികമായിട്ടും. അപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്ന ഇത് പറയാനുള്ള പ്രിവിലേജ് പോലും ഇല്ലാത്തവരാണ് ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഓരോ ശ്രേണിയിലുള്ളവരും വ്യത്യസ്തമായിട്ടായിരിക്കും. മറിച്ച് ഇവിടെ ഞാനിവിടെ വന്ന് പറയുന്നു, അമല ഇത് സംസാരിക്കുന്നു, ജാൻസി മാഡം ഇത് സംസാരിക്കുന്നു, ശാരദാ മാഡത്തിന് ഇത് പത്രക്കുറിപ്പിൽ പറയാൻ സാധിക്കുന്നു. പക്ഷെ ഇത്രയും വിവേചനങ്ങൾ നേരിടുമ്പോഴും ഈ ഗ്ലാസ് സീലിംഗ് അനുഭവിക്കുമ്പോഴും പൈങ്കിളിവൽക്കരണം നടക്കുമ്പോഴും അതിനെതിരെ ശബ്ദിക്കാനോ അല്ലെങ്കിൽ അത് തുറന്നു പറയാനോ ഉള്ള പ്രിവിലേജ് ഉണ്ടാവുക എന്നുള്ളത് പോലും വലിയൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇതിലധികം കൂടുതൽ ഏറ്റവും വലിയൊരു ശതമാനം പുറത്താണ്. ഇത് തുറന്നു പറയാനോ ഇതിന് പ്രതികരിക്കാനോ സാധിക്കാത്ത ഒരു വലിയ ശതമാനമാണ് കൂടുതലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ചർച്ചകളെല്ലാം അത്തരത്തിൽ പുറത്തു പറയാൻ സാധിക്കാത്തവർക്കും കൂടെ ഒരു ഇടപെടലിനുള്ള സാധ്യത തുറന്ന് നൽകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഡോക്ടർ ജാൻസി ജെയിംസ്, നമ്മൾ ഇമോഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, നമ്മൾ കരഞ്ഞാലും പ്രശ്നമാണ്, കരഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്. ഈ കരഞ്ഞില്ലാത്തത് പ്രശ്നമായ ഈ അടുത്തൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, പഹൽഗാമിൽ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രൻ, ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ് വളരെ ബോൾഡായി. അവർ വന്നതൊരു യുദ്ധമുഖത്ത് നിന്നാണ് ആണെന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ വെടിയേറ്റ് കുഞ്ഞുങ്ങളെയും കൊണ്ട്, അച്ഛൻ മരിച്ചു വീഴുന്നു, കുഞ്ഞുങ്ങളെയും കൊണ്ട് കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർ വളരെ ബോൾഡായി നിന്നുകൊണ്ട് എന്റെ അച്ഛനാണ് എന്നെ ഇങ്ങനെ ബോൾഡ് ആക്കിയത് എന്ന് പറഞ്ഞപ്പോൾ അവർ കരയാത്തതായിരുന്നു പ്രശ്നം. സമൂഹം അങ്ങനെയാണ്. സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ഒരു വീക്കർ സെക്സ് അല്ലെ, അബലയായിട്ട്, ദുർബലയായിട്ട്, ആ ദൗർബല്യവും ആ ഒരു അബലയാകുന്ന അവസ്ഥയും എന്ന ഒരു ക്വാളിഫിക്കേഷൻ പോലെ അത് അവൾക്ക് വേണ്ട ഒരു ഗുണമായിട്ട് എടുക്കുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ മാറി. അതുകൊണ്ടാണല്ലോ പഹൽഗാമിൽ നമ്മൾ കണ്ടത് ധീരയായിട്ട് ആ പെൺകുട്ടി അതിനെല്ലാം നേരിട്ടത്. കാലം മാറിയിരിക്കുന്നു. ഇപ്പോ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ട്. ഈ പുരുഷന്മാരുടെ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡിലും ഷെയർ ചെയ്യുന്നതിലും ഗാർഹിക ജോലികളിൽ പങ്കുവെക്കുന്നതിലും സ്വന്തം ഭാര്യയാണെങ്കിലും പെങ്ങളെ ആണെങ്കിലും ഏതൊരു സ്ത്രീയാണെങ്കിലും അവൾക്ക് നല്ല അവസരങ്ങൾ തൊഴിൽ രംഗത്ത് കിട്ടുമെങ്കിൽ, അവളുടെ വ്യക്തിത്വം, അവളുടെ കഴിവുകൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ സഹായിക്കുകയും സപ്പോർട്ടും ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആൾക്കാരെങ്കിലും മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് സമാധാനമുള്ള ഒരു കാര്യം. എന്തായാലും ഇവിടെ ഈ ചർച്ചയേക്കാൾ അധികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് വീട്ടിൽ തുടങ്ങണം സമത്വത്തിന്റെ പാഠങ്ങൾ. അത് കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അതിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വിലപ്പെട്ട എക്സ്റ്റൻഷൻ ആയിട്ട്, അഥവാ അതിന്റെ ഒരു പൂർത്തീകരണമായിട്ട് പഠിക്കുന്ന സ്കൂൾ മുതൽ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്ത്രീ പുരുഷൻ പെൺ ആണെന്ന വ്യത്യാസം ഒരിക്കലും ആരുടെയും, അത് പെണ്ണിന്റെ ആണെങ്കിലും പുരുഷന്റെ ആണെങ്കിലും വളർച്ചയ്ക്കും അവളുടെ ഉയർച്ചയ്ക്കും തടസ്സമായി കൂടാ. ഞാൻ ആണാണെന്നതോ ഞാൻ പെണ്ണാണെന്നതോ അല്ല, മറിച്ചത് ഞാൻ എന്താണ്, എനിക്ക് എന്ത് കഴിവുണ്ട്, എന്റെ സ്വപ്നങ്ങൾ എന്താണ്, എന്റെ സാഹചര്യം എന്താണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ആ ഒരു തലത്തിൽ വെച്ച് വേണം ഒരു വ്യക്തിയെ അളക്കാനെന്നുള്ള പാഠം വളരെ ചെറുപ്പത്തിലെ പഠിക്കണം. ഇതൊക്കെ തലയ്ക്കകത്ത് നേരത്തെ കയറിയില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇപ്പൊ രാവിലെ ചായ എടുക്കാനായിട്ട് ഭർത്താവ് പോയില്ല, അഥവാ കാപ്പി എടുത്ത് തന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. നമ്മൾ കാപ്പി എടുത്ത് കൊടുക്കാം, വളരെ സന്തോഷമായിട്ട് രാവിലെ ബെഡ് കോഫി കൊടുത്ത് വി വിൽ ഗിവ് ദ ഹസ്ബൻഡ് എ വണ്ടർഫുൾ ബിഗിനിങ്. പക്ഷെ പിന്നെയും ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. അതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അത് മാറിയാൽ മാത്രമേ നടക്കാം നമ്മൾ ഈ പറയുന്ന അസമത്വം അവസാനിക്കുള്ളൂ. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മളിപ്പോ അധിക ജോലിയെ കുറിച്ചാണ് പറഞ്ഞു. വളരെ ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന
ശാരദാ മുരളീധരൻ എന്ന ചീഫ് സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ ഇതല്ലാതെ വേറെയുമുണ്ട് പ്രശ്നങ്ങൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വർക്ക് പ്ലേസിലുള്ള അരക്ഷിതത്വം, അവരുടെ മാന്യതയ്ക്ക് നേരെയുള്ള ആക്രമണം. നമുക്കറിയാമല്ലോ, ആന്റി ഹാരസ്മെന്റ് സെല്ല് ഇപ്പോഴ് കമ്പൽസറിയാണ് വർക്ക് പ്ലേസിലുള്ള. എന്തു സങ്കടകരമായ ചില കാര്യങ്ങളാണ് ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നതെന്ന് അറിയൂ. അവർക്ക് വന്ന് ജോലി ചെയ്യാൻ അവർ മിടുക്കരായിട്ടുള്ള അവരുടെ ക്വാളിഫിക്കേഷനേക്കാൾ വളരെയധികം താഴ്ന്ന ജോലിയിൽ വന്ന് ചെയ്യുന്നവരുണ്ട് പല സ്ഥാപനങ്ങളിൽ. പക്ഷെ അവിടെയും അവർക്ക് സമാധാനം കൊടുക്കില്ല. കാരണം വലിയ പഠിത്തക്കാരിയല്ലേ, എന്നാ പിന്നെ അവളെ ഒന്ന് ചെറുതാക്കി കളയാം എന്നൊക്കെ വിചാരിക്കുന്ന വളരെ അനാരോഗ്യകരമായ കോംപ്ലക്സസിന്റെ നടുക്കാണ് പല സ്ത്രീകളും ജോലി ചെയ്യുന്നത്. സങ്കടം എന്ന് വെച്ചാൽ പല സ്ത്രീകളും ഈ കിട്ടുന്ന വരുമാനം ഓർത്ത് അത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാത്തിനെയും മൂടി വെക്കുകയാണ്. വികാരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, സ്ത്രീ പ്രകടിപ്പിക്കുന്ന വികാരത്തെക്കാൾ എത്രയോ കൂടുതലാണ് അവൾ കൊണ്ടു നടക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ. അതാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ സ്ത്രീയോടുള്ള ഒരു സഹതാപമല്ല വേണ്ടത്, മറിച്ച് സ്ത്രീയെ സ്ത്രീയായിട്ട് അംഗീകരിക്കുകയാണ്. സ്ത്രീ ഒരു വികാരത്തിന്റെ ഒരു തീച്ചുള മാത്രമൊന്നും അല്ല സ്ത്രീ. എന്തെല്ലാം കഴിവുകളാണ് ഇപ്പൊ നമ്മൾ ഇപ്പം ഒരു അംഗീകരിക്കേണ്ട ഒരു കാര്യം, കോർപ്പറേറ്റിലാണെങ്കിലും ഏതു രംഗത്താണെങ്കിലും ഇപ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള സ്ഥാപനങ്ങളിലോ സംഘടനകളോ ഓർഗനൈസേഷനിലോ അവരുടെ പ്രവൃത്തിയുടെ ക്വാളിറ്റി കൂടുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പ്രവർത്തനത്തില് മാത്രവുമല്ല, സ്ത്രീകള് അധികാരം അഥവാ പോളിസി ഡിസിഷൻ നടത്താൻ പറ്റുന്ന വേദികളിൽ അവരുടെ സാന്നിധ്യം സ്ത്രീകൾക്ക് തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാകുന്നു എന്ന് മാത്രവുമല്ല, ആ സ്ഥാപനത്തിന്റെ അല്ലെ ആ പ്രസ്ഥാനത്തിന്റെ ആ ബിസിനസിന്റെ ആ കോർപ്പറേറ്റിന്റെ ഒക്കെ വളർച്ചയ്ക്ക് വലിയ മാറ്റം, വലിയ ഒരു ത്വരകമായിട്ട് വലിയൊരു വളർച്ചയ്ക്കുള്ളൊരു കാരണമായിട്ട് സ്ത്രീയുടെ സാന്നിധ്യവും സ്ത്രീയുടെ പ്രവർത്തനവും കാരണമാകുന്നുണ്ട്. സ്ത്രീ മിടുമിടിക്കുകയാണെന്നേ. കാരണം നമുക്കറിയാമല്ലോ എന്തെല്ലാം മൾട്ടി ടാസ്കിംഗ് ആ ഒരു സ്ത്രീ ചെയ്യുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഏത് ബുദ്ധിമുട്ടുകളുടെ നടുക്കും, ഏതില്ലായ്മകളുടെ നടുക്കും, ഏത് സഫറിങ്ങിന്റെ ശാരീരികമായിട്ടുള്ള സഫറിങ്ങിന്റെ നടുക്കും എന്തെല്ലാം കാര്യങ്ങളാണ് സ്ത്രീ ചെയ്യുന്നത്. ഈ കഴിവ് അവൾ തൊഴിലിടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിലത് പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ കഴിവ് മാക്സിമം ഓപ്റ്റിമം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സമൂഹം ഒരിക്കലും ഓപ്റ്റിമം ആയിട്ടുള്ള വളർച്ചയിലും വികസനത്തിലും എത്തില്ല. അത് മനസ്സിലാക്കണം. ഇവിടെ വളരെ മോശമായിട്ടുള്ള ആൺ-പെൺ കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യാതെ സ്ത്രീയെ അംഗീകരിക്കുന്ന ഒരു സമൂഹം വന്നാൽ അത് സ്ത്രീക്കും പുരുഷനും സമൂഹത്തിനും ഒരുപോലെ എത്രമാത്രം സന്തോഷകരവും എത്രമാത്രം വിജയകരവുമായിരിക്കുമെന്ന് തീർച്ചയായിട്ടും ആ വളരെ നല്ല വാക്കുകളോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ അരമണിക്കൂറിൽ നിങ്ങൾ എന്ത് നേടി എന്ന് അവരുണ്ടാകും. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ അരമണിക്കൂർ ഈ ഒരുപാട് അരമണിക്കൂറുകൾ കൂടിയാണല്ലോ ഇപ്പോൾ. പറയണമെന്ന് വിചാരിക്കുന്നവർ ആ വന്ന വാക്കുകൾ വിഴുങ്ങി മനസ്സിൽ മാത്രം പറയുന്നുണ്ട്. അവരിനി അത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലേക്ക് എത്തിക്കണം. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. വളരെയധികം നന്ദി ഡോക്ടർ ജാൻസി ജെയിംസ്, ഡോക്ടർ അമല അനിജോൺ, ഒപ്പം ശ്രീമതി ബിനു ആനമങ്ങാട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.